ഈ എനർജി പ്രിസർവ് ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാണ്ടിരിക്കുക, അതിനുവേണ്ടി കുറെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് റീസെന്റ്. അപ്പോ ഇപ്പൊ ചില ക്രിസ്റ്റൽസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചില മാലകൾ അല്ലെങ്കിൽ ജപമാല ഉപയോഗിക്കുക, ഇതൊക്കെ നമ്മളെ നെഗറ്റീവ് എനർജിന്ന് മാറ്റി നിർത്തുന്നു കേൾക്കുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം ശരിയാണ്? പൊട്ടത്തെറ്റാണ്. ക്രിസ്റ്റൽസിനും കല്ലുകൾക്കും ഗോൾഡിനും ഒന്നും എനർജി പോസിറ്റീവോ നെഗറ്റീവോ ഇല്ല. കല്ലിനൊന്നും എനർജി ഇല്ല. നിങ്ങൾ കല്ല് ധരിച്ചത് കൊണ്ട് എനർജി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവയ്ക്കൊക്കെ എനർജി ആഗിരണം ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ നിങ്ങൾ ഹൈലി നെഗറ്റീവ് ആയിട്ടുള്ളവരാണ്, നിങ്ങൾ കല്ല് ധരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ കല്ലിൽ ഫുൾ നെഗറ്റീവ് എനർജി ഉണ്ടാവും. നിങ്ങൾ നന്നായി ചിന്തിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചടിക്കുക ചെയ്യും. അപ്പോൾ ഏത് ഭഗവാനും ശിലോഭവതി ശങ്കരഃ, അർച്ചകസ്യ പ്രഭാവേന ശിലോഭവതി ശങ്കരഃ എന്നാണ്. അർച്ചന ചെയ്യുമ്പോൾ ഒരു കല്ലിനെ ശങ്കരനാക്കി മാറ്റാൻ പറ്റുന്നതാണ്. അനർച്ചകസ്യ അപ്രഭാവേന ശങ്കരോ ഭവതി ശിലഃ എന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല ശങ്കരനെ തന്നു എന്ന് വിചാരിക്കാം, ശിവനെ. നിങ്ങൾ ഹൈലി നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കല്ലായിട്ട് മാറും. ഉള്ള ഭഗവാൻ അവിടെ നിന്ന് ഒളിച്ചോടിപ്പോവും. ഒരു വികട ശ്ലോകമുണ്ട്, കഥക അടച്ചിട്ട് പൂജാരി അമന്ത്രകുംഭം ചൊരിയുന്ന നേരം, മന്ത്രല്ല ചൊല്ലണത്, ചെല്ലുന്നൊക്കെ തെറ്റാ. അമന്ത്രകുംഭം ചൊരിയുന്ന നേരം മലച്ചുദേവൻ ചുമരോടു ചാരി. അത് അടച്ചിടുന്നത് ഭഗവാൻ ഓടിപ്പോകാണ്ടിരിക്കാനാണ് കഥക അടച്ചിട്ട് പൂജ ചെയ്യണത്. ആകെ അന്തം വിട്ടു ഭഗവാൻ. എന്നിട്ട് ചുമരോടു ചാരി നീരോവിലൂടെ ഗമനം ജകാരാന്ന്. ഈ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു ഓവുണ്ടല്ലോ, അതുവഴി ഭഗവാൻ ഓടിപ്പോയ കഥ ഒരു തമാശ ശ്ലോകമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഒരു കല്ലിനെ ശങ്കരനാക്കി മാറ്റുന്നതും ഒരു നല്ല ബിംബത്തെ മോശമാക്കി മാറ്റുന്നതും അർച്ചകന്റെ കഴിവ് പോലെയാണ്. നന്നായിട്ട് ചെയ്താൽ നന്നാവും, ചീത്തയായിട്ട് ചെയ്താൽ. അപ്പം അതുകൊണ്ടാണ് പല വീടുകളിലും വിഗ്രഹം വെച്ച് പൂജിക്കരുത് എന്നൊക്കെ ശാഠ്യം പിടിക്കുന്നത്. നിങ്ങൾ സാളഗ്രാമം വെച്ചാലും സാധാരണ ബിംബങ്ങൾ വെച്ചാലും അവ നിങ്ങളുടെ ചിന്തകളിലൂടെ പോകുന്ന മോശം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മൂടുള്ള സമയത്തും നിങ്ങൾ അവിടെ പോകുമ്പോൾ ആ ചീത്ത മൂട് നിങ്ങളിലേക്ക് തിരിച്ചടിക്കും. അത് വിഗ്രഹമാവണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ശുദ്ധി വേണം, ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് കല്ലുകൾക്ക് എനർജി ഉണ്ട്, മാലകൾക്ക് എനർജി ഉണ്ട് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ വ്യാപാരങ്ങളാണ്. ഇപ്പം ഈ കുറേ യന്ത്രങ്ങൾക്ക് നല്ല കാശുണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അയാൾ വിറ്റിട്ട് കാശുണ്ടാക്കേണ്ട കാര്യമുണ്ട്. അയാൾക്ക് വീട്ടിൽ വെച്ചാൽ പോരെ. അയാൾക്ക് നല്ലോണം കാശുണ്ടാവില്ല, അത് വിറ്റിട്ട് കാശുണ്ടാക്കേണ്ട കാര്യമുണ്ട് അല്ലേ? ധന അപഹരണ യന്ത്രം വിൽക്കുന്ന കുറെ ആൾക്കാർ കേരളത്തിലുണ്ടെന്നാ ഞാൻ പറയാം. പക്ഷെ അവര് പറയാ നിങ്ങൾക്ക് ധനം ഉണ്ടാക്കാൻ വേണ്ടി വിൽക്കുക എന്നാണ്. അത് മേടിക്കുന്ന ആളുടെ ധനം പോവല്ലേ ഉള്ളൂ. ഇതൊക്കെ തട്ടിപ്പ് പരിപാടികളാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഈ
എല്ലാം ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് ആം, ഇന്നലെ വൈകുന്നേരം ഇവിടെ ഒരു ക്ഷേത്രത്തില് തള്ളും തിരക്കും കൊണ്ട് 10 പേര് മരിച്ചു. ഈ ഭഗവാന്റെ അടുത്തൊക്കെ പോണ്ട വല്ല കാര്യമുണ്ടോ? വീട്ടിൽ അനങ്ങാണ്ടിരുന്നിട്ട് അവനവന്റെ പണി നോക്കിയപ്പോരെ. ഒരു തൊഴിലും ഇല്ലാത്ത തെണ്ടി നടക്കുന്ന ഭക്തന്മാരൊക്കെ ഇങ്ങനെ ചാവണം എന്നാ ഞാൻ പറയാം. ഒരാവശ്യമില്ല, കാശ് കൊടുത്തിട്ടൊക്കെ പോവാം. ഇതിന് റെക്കമെൻഡേഷൻ കിട്ടാനും ക്യൂല് കിട്ടാൻ നിൽക്കാണ്ട് പോകാനും ഒക്കെ എത്ര കാശ് മുടക്കിയിട്ട് ആൾക്കാർ പോകണമെന്ന് വെച്ചാൽ, എന്നുവെച്ചാൽ കാശുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നാണ് അർത്ഥം. ടിക്കറ്റ് വെച്ചിട്ടല്ലേ വിൽക്കണത് അല്ലേ? മെമ്പർ ഓഫ് പാർലമെന്റും MLA-യും ഒക്കെ കൂടെ പോയി കഴിഞ്ഞാൽ ഭഗവാനെ കുറച്ചും കൂടി അടുത്ത് പോയിട്ട് കാണാം. ഞാനും പോയിട്ടുണ്ട്, പോയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പടിയുടെ തൊട്ടടുത്ത് 4 മണിക്കൂർ ഇരുന്നിട്ടുണ്ട് ഞാൻ. ബാക്കി എല്ലാ ജനങ്ങളും പുറത്ത് നിൽക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. പക്ഷെ ഇതിനൊന്നും ആവശ്യമില്ല, സത്യം പറഞ്ഞാൽ അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. ഓക്കെ, ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് LKG പോലെയാണ്, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ക്ഷേത്രങ്ങൾക്കും ഉള്ളില് കുറെ പഠന കേന്ദ്രങ്ങളുണ്ട്. ഈ ഷോപ്പുകളിൽ പോയിട്ട് കുറേ മാലകൾ ഉണ്ടാവും. അതൊക്കെ മേടിച്ചു കഴിഞ്ഞ് കഴുത്തിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പുണ്യവാളാനായി തോന്നുന്ന തെറ്റാണ്, അർത്ഥമൊന്നുമില്ല. ഞാൻ ഇടുന്നില്ല എന്നല്ല, ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു ദിവസം രാത്രി ഫുൾ അയ്യപ്പന്റെ വിഗ്രഹത്തിൽ കിടന്നിട്ടുള്ളതാണ്. അവിടെ കുറേ അഭിഷേകങ്ങളും ഒക്കെ ചെയ്ത് മന്ത്രങ്ങളൊക്കെ കൊണ്ട് എനർജൈസ് ചെയ്തിട്ട് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവും. ആ ബെനിഫിറ്റാണ് സാധാരണ നമ്മൾ കാണുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ധരിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത്, നമ്മൾ ഏത് കോണ്ടെക്സ്റ്റില് എന്തൊക്കെ ധരിക്കുന്നു എന്നൊക്കെ ഉള്ളത്, നമ്മുടെ എനർജി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ നമുക്ക് തിരിച്ചു കിട്ടാവുന്ന വിധത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ കല്ലുകൾക്കായാലും എല്ലാത്തിനും ഉള്ളത്. ഓക്കെ, നല്ല ചോദ്യമാണ്. ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമില്ല എന്നുള്ളൊരു വാക്കിൽ തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇപ്പൊ ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ പണ്ട് കാലത്തെ അമ്മമാരും മുത്തശ്ശിമാർക്കൊക്കെ ഈ മൂക്കുകുത്തുന്ന ഒരു ശീലമുണ്ട്. പണ്ട് തൊട്ടേ കണ്ടിട്ടുണ്ട് അമ്മമാർക്കൊക്കെ മൂക്കുകുത്തുക. അതേപോലെ കാലിൽ മിഞ്ചിയുടെ ഈ വെള്ളി ആഭരണങ്ങൾ കൂടുതലായിട്ട്, അത് ഭാരതത്തിൽ മിക്ക സ്റ്റേറ്റുകളിലും കണ്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും വല്ല ശാസ്ത്രം അങ്ങനെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ എല്ലാരും അങ്ങനെ ചെയ്യുന്നത്? മൂക്കുകുത്തുന്നതിനെ കുറിച്ച് ഈ ഇപ്പോഴും ചില ബഞ്ചാരകൾ എന്നൊക്കെ പറയും. ബഞ്ചാരകൾ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലൊക്കെയുള്ള ട്രൈബൽ ആൾക്കാർക്ക്, അവര് മാരീഡ് ആണോ അൺമാരീഡ് ആണോ, ഇപ്പം ഈ സിന്ദൂരം പൊട്ടുമ്പോൾ എല്ലാ ദിവസവും പോയി പോവല്ലോ അത് അല്ലേ. അപ്പൊ പെർമനന്റ് ആയിട്ട് ഇടാൻ പറ്റുന്ന ചില ആഭരണങ്ങളുണ്ട്. അപ്പം എന്തിനാ വെഡിങ് കഴിഞ്ഞാൽ മോതിരം ഇടുന്നത്? ആള് കാണുമ്പോൾ നിങ്ങൾ മാരേജ് കഴിഞ്ഞ ആളാണ് എന്നുള്ളൊരു റെപ്രസെന്റേഷനാണ്. താലി കെട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതുപോലുള്ളൊരു റെപ്രസെന്റേഷൻസ് ആണ് ഇതൊക്കെ. അപ്പൊ പണ്ട് കാലത്ത് ഓരോരാളും ഓരോ തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം ആഭരണങ്ങളൊക്കെ ധരിക്കുമ്പോൾ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുണം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ്. ചില രാജ്യങ്ങളിലൊക്കെ ഈ അഡ്വർടൈസ്മെന്റ്, നമ്മൾ ഈ MBA ഒക്കെ പഠിപ്പിക്കുമ്പോൾ മാർക്കറ്റിംഗ് പഠിപ്പിക്കും. അപ്പം നമ്മൾ വലത്തെ വിരലിട്ടിട്ടാണ് മോതിര വിരൽ കാണിക്കാന്ന് വിചാരിക്കാം. പക്ഷെ വേറെ രാജ്യത്ത് അവിടെയല്ല, തിരിച്ചാ ഇടുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ പോസിറ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യാൻ നോക്കിയത് നെഗറ്റീവായിട്ട് അടിക്കും ചിലപ്പോൾ. മനസ്സിലായോ? അപ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള സിസ്റ്റമാണ്. ഇപ്പം നമ്മൾ മുണ്ട് വിൽപ്പനക്കാണ് വിൽക്കുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ സാധാരണ വലത്തോട്ട് മുണ്ടെടുക്കുന്നവരാണ് കേരളത്തിലുള്ളവർ. നിങ്ങൾ തമിഴ്നാട്ടിലെ അഡ്വർടൈസ്മെന്റ് ഒക്കെ അടുത്തോട്ട് മുണ്ടെടുക്കുന്ന അഡ്വർടൈസ്മെന്റേ കാണുള്ളൂ. വലത്തോട്ട് കൊടുക്കുന്ന മുണ്ടാണെങ്കിൽ അവർ
മുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ്, ഉടുക്കുന്ന വിധേ വ്യത്യാസമുള്ളൂ. പക്ഷെ അവിടെ വരുന്ന അഡ്വർടൈസ്മെന്റിൽ തിരിച്ചു വേണം, നിർബന്ധമാണ്. ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് സാരി കൊടകുകാർ ഉടുക്കുന്ന പോലെ കേരളത്തിലെ ആൾക്കാർ ഉടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് അവരുടെ ശീലം എന്നേ പറയാൻ പറ്റുള്ളൂ. കൊടകുകാർ സാരി ഉടുക്കുന്നുണ്ടല്ലേ, വ്യത്യസ്ത സ്റ്റൈലിലാണ് അവർ ഉടുക്കുക. ഓരോരാളും വ്യത്യസ്തരാണ്. Yeah. ഇതിൻ്റെയൊക്കെ ആചാരങ്ങൾ എന്നാ പറയാം. ആചാരങ്ങൾ ആചരിക്കുന്നതാണ്. ആചരിക്കുന്നതിന് വലിയ ശാസ്ത്രമൊന്നുമില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഒരു കൾച്ചറാണ്, ഒരു ശീലമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത്തരം ശീലങ്ങളെയൊക്കെയാണ് ആചാരം എന്ന് പറയാം. ആചരിക്കുന്നതാണ് കൾച്ചർ, അതാണ് ശീലം. പിന്നെ പലതും ആ ഒരു ഭാഗത്തുള്ള ജോഗ്രഫിയും അവൈലബിലിറ്റിയും അതൊക്കെ ആയിരിക്കൂലേ. ചിലപ്പോ ഡ്രസ്സ് സാരിയൊക്കെ കൂടുതൽ ചുറ്റി എടുക്കുന്ന തണുപ്പുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഡിഫറെന്റ് ആയിട്ടും. പിന്നെ ഇതിനേക്കാളും തണുപ്പുള്ള സ്ഥലമാണ് അമേരിക്ക. അവിടെ എല്ലാവരും ട്രൗസറും കുറച്ച് ഡ്രസ്സ് മാത്രം ഇട്ടിട്ടാണ്. കാരണം പ്രത്യേകിച്ച് ലേഡീസിന് ക്ലൈമറ്റുകളൊക്കെ സഫർ ചെയ്യാനുള്ള കഴിവുണ്ട്, ജെൻസിന് അത്ര ഇല്ല. അത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു അത്തരം പ്രകൃതിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പുരുഷന്മാരുടെ ശരീരത്തെ രോമം കൂടുതൽ. വൂള് രോമമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ തണുപ്പുള്ള പിന്നെ കാലാവസ്ഥയിൽ ജീവിക്കുന്ന കരടിയായാലും ഒക്കെ യാക്കിനൊക്കെ നല്ല പോലെ രോമങ്ങളുണ്ട്. അപ്പോൾ ലേഡീസിന് എന്തുകൊണ്ടാണ് അവർക്ക് സ്വന്തം ശരീരത്തിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഇടുന്നതും, പക്ഷെ ചില സ്ഥലത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആകെ മൂടിയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ കാരണം പണ്ട് കാലത്ത്, ഇപ്പോഴല്ല, പണ്ട് കാലത്ത് നല്ലപോലെ പൂഴിമണ്ണ് അടിക്കും. ആ പൂഴിമണ്ണ് അടിക്കുന്ന സമയത്ത് ഇപ്പം എന്തുകൊണ്ടാണ് തൊപ്പി ധരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂഴിമണ്ണ് അടിച്ചിട്ട് മുടിയുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ കണ്ണിൽ പൂളിമണ്ണ് അടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്. രണ്ട്, നല്ല ചൂടുള്ള സമയത്ത് കണ്ണ് ഒന്ന് അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ കണ്ണിനും പ്രൊട്ടക്ഷനായിട്ട് വെയിലുള്ള സമയത്തായാലും കാറ്റുള്ള സമയത്തായാലും ഇതിന് രണ്ടിനും അത് അത്യാവശ്യമാണ്. അങ്ങനെ ക്ലൈമറ്റോളജിക്കലായിട്ടാണ് പല സ്ഥലത്തും അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പലപ്പോഴും. എന്തുകൊണ്ടാണ് കാശ്മീരിക്കാർ വലിയ വൂളൻ ക്ലോത്ത് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഇന്ത്യൻ സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മിക്കവാറും സമയത്ത് തണുപ്പാണ്. അപ്പോൾ അവരുടെ അക്ലമറ്റൈസേഷൻ വളരെ എളുപ്പമാണ്. നമുക്ക് അങ്ങനെയല്ല. 6 മാസം കൂടുമ്പോൾ 40 ഡിഗ്രിയിൽ നിന്ന് 4 ഡിഗ്രിയിലേക്ക് മാറും. അവിടെ സ്ഥിരമായിട്ട് ഏകദേശം അതേപോലെ ആകുമ്പം ജനിക്കുന്ന പാരമ്പര്യത്തോടു കൂടി കുട്ടികൾ തന്നെ അതിനായിട്ട് അക്കസ്റ്റംഡ് ആയിട്ട് മാറും. അതാണ് വ്യത്യാസം. അപ്പോൾ വെതറല്ല, ജിയോഗ്രഫി നല്ല പോലെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പം കേരളത്തിലുള്ള പൂജാരികൾ ഹാഫ് നേക്കഡ് ആയിട്ടാണ്, വെറും തോർത്തുമുണ്ട് കൊടുത്തിട്ടാണ്. പക്ഷെ മിക്കവാറും നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള പൂജാരിമാരൊക്കെ കോട്ടും ബൂട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടാണ് പൂജ ചെയ്യുക. അങ്ങനെ അത്ര ദൂരമൊന്നും പോണ്ട. ഇപ്പം ഹൈദരാബാദിൽ തന്നെ മിലിറ്ററി ഏരിയയിലുള്ള പൂജാരിമാർ മിലിറ്ററിക്കാർ തന്നെയാണ് പൂജ ചെയ്യുന്നത്. അവർ ബൂട്ടും തൊപ്പിയും മാത്രം ഉണ്ടാവില്ല എന്ന് മാത്രം, മിലിറ്ററി ഡ്രസ്സിലാണ് പൂജ ചെയ്യുന്നത്. ഇതിനൊരു ഡ്രസ് കോഡൊന്നുമില്ല. അതൊക്കെ സൗകര്യം പോലെ എന്താണോ വേണ്ടത് എന്ന് അവനവൻ തീരുമാനിക്കുന്നതാണ്. ഭഗവാൻ ഇന്നത് വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ശബ്ദമാണ് സൃഷ്ടിയുടെ ആധാരം എന്ന് പറയുന്നത് ഒന്ന് വിശദീകരിക്കാം.
എല്ലാ എനർജിയുടെയും തുടക്കം എന്ന് പറയുന്നത് വൈബ്രേഷൻസ് ആണ്. വൈബ്രേഷനാണ്, വേവാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പൊ ശബ്ദം മാത്രമല്ല, രണ്ട് തരത്തിലാണ്, വെളിച്ചവും ശബ്ദവും രണ്ടും ഉണ്ട്. അപ്പൊ വെളിച്ചം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പ്രപഞ്ചത്തിൽ പറയുന്ന സമയത്ത് വെളിച്ചം എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ഇരുട്ടെന്ന് തോന്നുന്നത് ഇറേഡിയേഷൻ ഇല്ലാത്തതുകൊണ്ടാന്നാ പറയാം. ഈ ലൈറ്റ് വരുന്നിടത്തും അതിന് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഘർഷണം ഉണ്ടാകുമ്പോഴാണ് അതിന് ഇറേഡിയേഷൻ എന്ന് പറയാം. എവിടെയെങ്കിലും തട്ടുമ്പോഴാണ് പ്രകാശം കാണുന്നത്. ആകാശത്ത് എന്തുകൊണ്ടാണ് ഡാർക്കായിട്ട് തോന്നുന്നതെന്ന് അവിടെ ഒന്നും തട്ടാത്തത് കൊണ്ടാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോഴത്തേക്കും അത് പ്രകാശമായിട്ട് കാണും. നമ്മളിപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ 140 കിലോമീറ്ററോളം പ്രകാശം കാണും. അതിന് പുറത്ത് ഡാർക്കായിട്ടാണ് കാണും. നമ്മുടെ സ്പേസ് ഷട്ടിൽ പോകുമ്പോഴും സാറ്റലൈറ്റ് പോകുമ്പോഴും പിന്നെ ചന്ദ്രൻ വരയ്ക്കുന്ന സമയത്തും ചന്ദ്രൻ വെളിച്ചത്തിൽ കാണുന്നു എന്ന് പറഞ്ഞ അർത്ഥം ബാക്കി ഭാഗം ഇരുട്ടായിട്ട് കാണുന്നതുകൊണ്ടാണ് വെളിച്ചം കാണുന്നത്. എന്തുകൊണ്ടാണ് ചന്ദ്രന് വെളിച്ചം കാണുന്നത്? സൂര്യപ്രകാശം അവിടെ തട്ടുമ്പോൾ ഉള്ള പ്രതിബിംബമാണ്. അപ്പോൾ അവിടെ സൂര്യപ്രകാശം തട്ടുമ്പോഴാണ് അത് ലൈറ്റായിട്ട് മാറുന്നത്. അപ്പോൾ എവിടെയെങ്കിലും തട്ടുമ്പോഴാണ് ലൈറ്റായിട്ട് മാറുക. ഇപ്പോൾ പ്രതലത്തിലുള്ള ടെമ്പറേച്ചറിനേക്കാളും കുറവാണ് കുറച്ചും കൂടി മുകളിൽ. എന്താ കാരണം? സൂര്യൻ ഉണ്ടല്ലോ. സൂര്യൻ ഉണ്ടായിട്ടും എന്താ ചൂടുണ്ടാത്തത്? പ്രതലത്തിൽ തട്ടുമ്പോഴാണ്. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ അവർ പറയും ടെമ്പറേച്ചർ -20 ആണ്, അല്ലെങ്കിൽ -20 ആണ് എന്നൊക്കെ പറയും. എന്താ കാരണം? അവിടെ ഒന്നും തട്ടാനില്ലാത്തതുകൊണ്ടാണ്. തട്ടുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ഇറേഡിയേഷൻ ആണ് പറയാതെ. അതാണ് ടെമ്പറേച്ചർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് പ്രകാശം, രണ്ട് സൗണ്ട്. ഇതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇതിൻ്റെ സ്പെക്ട്രം ഡിഫറൻ്റ് ആണെന്ന് മാത്രം, വേവ് ലെങ്ത് ഡിഫറൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ പ്രകാശം എന്ന് പറയുന്ന സമയത്തും ശബ്ദം എന്ന് പറയുന്ന സമയത്തും നമ്മുടെ ഈ വേവ് ലെങ്ത് മാത്രമല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ടുള്ള എല്ലാ വേവ് ലെങ്ത്തിനും എനർജി ഉണ്ട്. ഓക്കെ, ആ എനർജിയാണ് നമ്മുടെ ടെലിഫോണിൽ അടിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല എന്നല്ലേ ഉള്ളൂ. ആ എനർജി വരുമ്പോഴല്ലേ ടെലിഫോൺ റിങ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ശബ്ദത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ആ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ശബ്ദമായിട്ട് മാറുന്നു അല്ലേ? അപ്പോൾ ശബ്ദമാണ് എന്ന് പറയാൻ കാരണം അതാണ് നമുക്ക് കാണാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് അതിന് ചൂടുണ്ട് അല്ലേ? അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതൊക്കെ എനർജികളാണ്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ചിട്ട് പഞ്ചഭൂതാത്മകമായിട്ടുള്ളതിനൊക്കെ ശക്തിയുണ്ട്. മണ്ണിന് ശക്തിയുണ്ട്, സ്മെല്ലിന് ശക്തിയില്ലേ? നല്ല സ്മെല്ല് വരുമ്പം നല്ല സുഖം ഉണ്ടാവില്ലേ? ഇല്ലേ? നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും എനർജി ഉണ്ടാവില്ലേ? ശബ്ദത്തിന് മാത്രമേ എനർജി ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എല്ലാ രസത്തിനും, വെള്ളത്തിന് എനർജി ഇല്ലേ? ഒരു കുളിയൊക്കെ കഴിയുമ്പോൾ എന്ത് സുഖാന്ന് പറയണ്ടല്ലോ ഇല്ലേ കവിത? അപ്പൊ നല്ലോണം നനഞ്ഞ സമയത്തൊരു സുഖം ഉണ്ടാവും. ഓരോന്നിനും അതിൻ്റെ എനർജി ഉണ്ട്. എല്ലാ 5 എലമെന്റ്സിനും അതിൻ്റെതായ എനർജി ഉണ്ട്. അതുകൊണ്ട് സൗണ്ടിന് മാത്രമല്ല, പക്ഷെ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന എല്ലാ സംഭവവും, അതിപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്ന ഭൂമിയും പ്രപഞ്ചത്തിന്റെ ഭാഗമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പൂജാരിമാരും പൂജ ചെയ്യുന്ന സമയത്ത് ഈ ശക്തികളെയൊക്കെ ആവാഹിച്ചിട്ടാണ് ഭഗവാനിലേക്ക് എനർജി കൊടുക്കുന്നതും നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളതും ലോകത്തിലെല്ലാം നിലനിൽക്കുന്നതും പഞ്ചഭൂതാത്മകമാണെന്ന്. എൻ്റെ ഒരു പുസ്തകമുണ്ട്, 5 എലമെന്റഡ് എഡ്യൂക്കേഷൻ എന്നാണ് പുസ്തകത്തിന്റെ പേര് തന്നെ. 5 എലമെന്റും വെച്ചിട്ടുള്ള പഠനം, അതിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എൻ്റെ സപ്തശുദ്ധി എന്ന അതിനകത്ത് ഓരോ എലമെന്റ്സിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ മെൻഷൻ കാണാം. ഇതിനെയൊക്കെ ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ സുഖം ഉണ്ടാവുക. നമ്മളൊക്കെ ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ അതാണെന്ന് അറിയുന്നില്ല എന്ന് മാത്രം. നല്ല മഴ വരുമ്പോൾ ആദ്യത്തെ മഴയുടെ മണം
അടിക്കുമ്പോഴേ നമുക്ക് അറിയാലോ. പക്ഷെ ആ ഒരു മണത്തിന്റെ ഇത് പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർത്തത്, ഇപ്പൊ അടുത്ത് തന്നെ ഈ JCB വെച്ചിട്ട് ഒരു പറമ്പ് മുഴുവൻ ക്ലീൻ ആക്കി ഇപ്പൊ അടുത്ത്. അപ്പൊ അതുവഴി ഞാൻ വണ്ടിയിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഈ നറുന്നേണ്ടി ഒരു പ്രത്യേക കിഴങ്ങില്ലേ നമ്മൾ പണ്ട് കഴിക്കുമായിരുന്നു എടുത്തിട്ട്, അതാന്ന് തോന്നുന്നു നിറച്ചു. അപ്പൊ അത് ഫുള്ള് നല്ലൊരു മണം. അതാ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. ആ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് വന്നപ്പോ ആ മണം നല്ലോണം, അത് എനർജി അത് വല്ലാത്തയാന്ന് അത് നന്നായി മനസ്സിലായി. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എവിടെയെങ്കിലൊക്കെ പറഞ്ഞു. JCB ഇട്ട് കുഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അടുത്ത പ്രദേശങ്ങളിലുള്ള എല്ലാ കിളികളും അവിടെ വരും. കാരണം കിളികൾക്ക് അറിയാം അതിനകത്ത് ഇഷ്ടം പോലെ തിന്നാൻ പറ്റുന്ന സാധനങ്ങൾ ഇതാ പുറത്തേക്ക് എടുത്തു വരുന്നുണ്ടെന്ന്. എത്ര നല്ലൊരു മണം. എത്ര കൊക്കുകളാ വരുന്നത്, അതിന് ഈ മണടിക്കുന്നോണ്ടാ വരുന്നത്. അത് ശബ്ദം കേട്ടിട്ടൊന്നല്ല വരുന്നത്, JCBന്റെ ശബ്ദം കേട്ടിട്ടല്ലല്ലോ വരുന്നത്, ആ മണം അടിക്കും, അതുകൊണ്ടാ വരുന്നത്. ശബ്ദസ്പർശ രൂപ രസഗന്ധാമേ ശുദ്ധ്യന്താം എന്നാണ്. അല്ലെ, ശബ്ദം ആദ്യം പറഞ്ഞു എന്ന് മാത്രം. രൂപം എന്ന് പറയുന്ന സമയത്ത് കണ്ണ് കാഴ്ചയുണ്ട് അത്യാവശ്യമായിട്ട്. സ്പർശം, രസം, ഗന്ധം എല്ലാം ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ എനർജി കംപ്ലീറ്റ് ആവുന്നത്. ചോദിക്കാലോ ശിവകാമി, അതിനല്ലേ കൂടിയിരിക്കണേ. മാഷ് നമ്മള് കല്ലും നമ്മള് വീട് പണിയുമ്പോഴേ ഇപ്പൊ ഈ സ്റ്റീൽ വെച്ച് ബിൽഡിംഗ് പണിയുണ്ടല്ലോ, നമ്മള് വീട് സ്റ്റീൽ ഹൗസ് വെച്ച് നമുക്ക് വാസ്തുശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാസ്തു എന്ന് പറയുന്നത് തന്നെ കുറേ തരത്തിലുള്ള വാസ്തു ഉണ്ട്. എവിടെ ആര് എങ്ങനെ ആർക്ക് വേണ്ടി എപ്പ പണിയുന്നു എന്നനുസരിച്ചിട്ടാണ് വാസ്തു പറയേണ്ടത്. സ്റ്റീലുണ്ടോ കമ്പി ഉണ്ടോ മണ്ണുണ്ടോ നോക്കിയിട്ട് മാത്രമല്ല. ഓരോ മുറികളുടെയും എണ്ണമോ അല്ലെങ്കിൽ ഇവിടെ ഇന്ന മൂലയ്ക്ക് ഇന്നത് വേണമെന്നോ അതൊന്നും അല്ല വാസ്തു. ഡ്വെല്ലിങ്സ് എന്നാണ് വാസ്തുവിന്റെ ഇംഗ്ലീഷ്. ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് മനസ്സിലാവില്ല. അതെ, ഈ വാസ്തു എന്ന് പറയുമ്പോൾ പലർക്കും വാസ്തു എക്സ്പേർട്ടിന് പോലും അതിന്റെ ഫുൾ ഫോം അറിയില്ല, എന്താണ് അതിന്റെ അർത്ഥം. ഡ്വെല്ലിങ്സ് എന്ന് പറഞ്ഞാൽ വീടും ചുറ്റുവട്ടവും എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഏത് തരത്തിലുള്ള വീട് എടുക്കണം എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഞാൻ എവിടെ എടുക്കണം എന്ന് തീരുമാനിക്കണം. അവിടെ എന്തൊക്കെ അത് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ മരങ്ങൾ എവിടെയൊക്കെ വേണമെന്ന് ആലോചിക്കണം. ഇതൊക്കെ കൂട്ടിച്ചേർന്നിട്ടാണ് വാസ്തുവിനെ കുറിച്ച് പറയാം. അപ്പൊ നിങ്ങൾക്കൊരു 40 സെന്റ് സ്ഥലം 60 സെന്റ് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ വാസ്തു നോക്കുന്നത് ശരിയാണ്. 7 സെന്റ് സ്ഥലത്ത് വാസ്തു നോക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് ആദ്യം തന്നെ കണ്ടീഷൻ. അതാണ് ഓക്കെ, നമ്പർ 1. നമ്പർ 2, ഇപ്പൊ അപ്പാർട്ട്മെന്റ്സ് ആണ് എടുക്കണമെന്ന് വിചാരിക്കാം. ഒരാളുടെ വീട്ടിന്റെ മുകളിലാണ് അടുത്ത വീട്, അതിന്റെ മുകളിലാണ് തൊട്ടടുത്ത വീട്. അല്ല, ഞാൻ പറയാണ്, ഇടത്തും വലത്തും ഒക്കെയാന്ന് വിചാരിക്കും. വാസ്തു വേണ്ടെന്നാണ്. പണ്ട് അഗ്രഹാരങ്ങളില്ലേ, അമ്പലത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന പൂജാരിമാരുടെയൊക്കെ വീടുകള് എറേ ഓഫ് ഹൗസസ് ആണ്, അഗ്രഹാരങ്ങളാണ്. ആ അഗ്രഹാരങ്ങൾക്കൊന്നും വാസ്തുബാധകല്ല. എന്നുവെച്ചാൽ കോളനികൾക്കൊന്നും വാസ്തുബാധകല്ല, ചെറിയ വീടുകൾക്ക് വാസ്തുബാധകല്ല. ഓക്കെ, അതുകൊണ്ട് ഇതൊന്നും ഒരു ബാധകയല്ല. നമുക്ക് എന്താണോ സുഖം, നമുക്ക് എന്താണോ സൗകര്യം, അതിനനുസരിച്ച് കൺസ്ട്രക്ട് ചെയ്യാണ് വേണ്ടത്. ഈ സ്റ്റീൽ കൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോ 6 മാസം കൊണ്ടൊക്കെ നമുക്ക് പണിത് തരാം. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ടൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. ഒരു വീടുണ്ടാക്കാൻ 3 മാസം വേണ്ട, 2 മാസത്തിനുള്ളിൽ വീടുണ്ടാക്കാം. അമേരിക്കയിലൊക്കെ വീടുണ്ടാക്കുന്നത് കംപ്ലീറ്റ് വുഡ് കൊണ്ട് മാത്രമാണ്, മരം കൊണ്ട് മാത്രം. എന്താ കാരണം? തീ പിടിക്കില്ല. ഇതിപ്പോ ഇത് തൊട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, AC ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇത് വുഡാണെങ്കിൽ തണുപ്പുണ്ടാവുമോ? ഈ തണുപ്പ് ഇവിടെ ഇല്ല, ഈ വുഡിനില്ല. ഇതിന് തണുണ്ട്, ഇതിന് തണുപ്പില്ല. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ് നമ്മള് കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്?
നമുക്ക് അത്ര തണുപ്പുള്ള കാലല്ല, സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്, സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ കാലാവസ്ഥ പക്ഷെ പിന്നെ അനുസരിച്ചിട്ടാണ് കൺസ്ട്രക്ഷന്റെ സാധനം ഉപയോഗിക്കുക. ആ, അപ്പൊ നമ്മള് കേരളത്തിൽ സ്റ്റീൽ ഉപയോഗിച്ച് പണിന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. അതിന്റെ ഉള്ളിൽ നമ്മൾ താമസിക്കുമ്പോ വല്ല നെഗറ്റീവ് എനർജി അങ്ങനെ ഭഗവാനെ താമസിപ്പിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ടാക്കുന്നത് ഗ്രാനൈറ്റ് കൊണ്ടാണ്. ഗ്രാനൈറ്റിനെക്കാളും വ്യത്യസ്തമൊന്നും അല്ല സ്റ്റീൽ എന്ന് പറയുന്നത്. രണ്ടിനും കണ്ടക്ടിവിറ്റിയും എനർജി കൺസ്യൂം ചെയ്യാനും കൊടുക്കാനും ഒക്കെയുള്ള കഴിവ് ഒരേപോലെയാണ്. നിങ്ങൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. വീട് ഫുൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കുക, എന്ത് നല്ല വീടായിരിക്കും ആലോചിച്ച് നോക്ക്. ശിവകാമിയുടെ വീട് ഫുൾ സ്വർണം കൊണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി, പൂജാമുറി ഉണ്ടാക്കണമെന്നുണ്ട്. ഈ പൂജാമുറിയും ഇങ്ങനെ അങ്ങനെ നിർബന്ധങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓരോ സ്ഥലത്ത് വ്യത്യസ്തമാണ്. ആന്ധ്രാപ്രദേശിലൊക്കെ പൂജാമുറികൾ അടുക്കളയിലാണുള്ളത്. കാരണം സാധാരണ പൂജ ചെയ്യേണ്ടത് ഗണപതിക്കാണ് ആദ്യം. അപ്പൊ ഭക്ഷണം ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഗണപതിക്കാണ്. അപ്പൊ ഏറ്റവും നല്ലത് അടുക്കളയിൽ തന്നെ ഭഗവാനെ പ്രതിഷ്ഠിക്കല്ലേ. എന്ന് വെച്ച് കേരളത്തില് ആരും അങ്ങനെ ചെയ്യാറുണ്ടോ? കേരളത്തിലെ പൂജാമുറി എന്ന് പറയുന്നത് നമ്മൾ വീട് വിട്ട് ഇറങ്ങുമ്പോൾ കാണുകയും വീട്ടിലേക്ക് കയറുമ്പോൾ കാണുകയും ചെയ്യുന്ന സ്ഥലത്ത് വേണമെന്നാണ്. അതുകൊണ്ടാണ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഇറങ്ങിപ്പോകുമ്പോൾ നേരെ കാണുന്ന സ്ഥലത്താണ് പൂജാമുറി വെക്കാറ്. അത് ഓരോ സ്ഥലത്തും അവനവന്റെ സൗകര്യം പോലെയാണ്. വടക്ക് കിഴക്കാണ് കേരളത്തിലൊക്കെ, അല്ലെങ്കിൽ സെന്റർ ഓഫ് ദ ഹൗസ് ആണ് കേരളത്തിലൊക്കെ. തെക്ക് പടിഞ്ഞാറാണ് തമിഴ്നാട്ടിലൊക്കെ. കാറ്റിന്റെ ദിശ അനുസരിച്ചിട്ടാണ് അടുക്കള തീരുമാനിക്കുക. അടുക്കളയിൽ നിന്ന് എത്ര ദൂരം, നമുക്കൊക്കെ അടുക്കളയിൽ നിന്ന് ദൂരെയാണ് പൂജാമുറി വെക്കുക. ഞാനിപ്പോ നേരത്തെ പറഞ്ഞത് തെലുങ്ക് നാട്ടിലൊക്കെ ഉള്ളിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും പാവപ്പെട്ട ഒരുത്തന്റെ പൂജാമുറിയും അടുക്കളയും കിടപ്പുമുറിയും എല്ലാം ഒരു മുറിയല്ലേ? അപ്പൊ അവനെ വാസ്തുക്കാരൻ വന്നിട്ട് ഉപദ്രവിക്കും. നിങ്ങൾ കുറെ റിച്ച് ആയതുകൊണ്ട് കുറെ മുറികൾ വെച്ചാൽ ഉപദ്രവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ ഒറ്റൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതെല്ലാം കള്ളത്തരാന്ന്. ആണോ അല്ലയോ? പിന്നെ ഈ വാസ്തു പുരുഷൻ എന്ന് പറയുന്ന ഒരാള് വന്ന് ഉപദ്രവിക്കുന്നൊക്കെയാണ് പറയണത്. അയാൾ അത്ര കഴിവുള്ള ആളാണെങ്കിൽ നിങ്ങൾ മുറി തിരിച്ചു കളഞ്ഞാൽ അതൊന്നും മറികടക്കാൻ അയാൾക്ക് പറ്റില്ല എന്നുണ്ടോ? അപ്പൊ ഇതിനൊരു അർത്ഥമില്ല എന്റെ കുട്ടി. ഒക്കെ ചുമ്മാ ആളെ പറ്റിക്കാൻ വേണ്ടി പണിയുന്ന പണിയാണ്.